സീനിയർ ENT സർജനാണ് അദ്ദേഹത്തിന്റെ ആ മൂക്കിന് ശസ്ത്രക്രിയ നടത്തിയത്. അദ്ദേഹത്തെ എനിക്ക് നേരിട്ട് അറിയാവുന്ന ഡോക്ടറാണ്. അതുപോലെ തന്നെ അവിടുത്തെ സീനിയർ ENT സർജനായിട്ടുള്ള മറ്റൊരു ഡോക്ടറുണ്ട്. അദ്ദേഹത്തെയും എന്റെ അടുത്ത സുഹൃത്താണ് ആ ഡോക്ടർ. ഇവരുടെ രണ്ടുപേരുടെയും പേരുകൾ നമ്മളിപ്പോൾ പറയുന്നില്ല, കാരണം അവരെ അതിലേക്ക് വലിച്ചേക്കേണ്ട കാര്യമില്ല. അവർക്ക് നേരെ പോലും സൈബർ ആക്രമണം നടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഡോക്ടർമാരുടെ പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കൃത്യമായി നമ്മൾ അവരോട് ബേബി മെമ്മോറിയലിൽ ഈ പറയുന്ന പോലെ ഷാഫി പറമ്പിലിനെ ചികിത്സിച്ച ഡോക്ടർമാരോട് തന്നെ എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് കൃത്യമായി ചോദിക്കേണ്ടായി. നേസൽ ബോൺ ഫ്രാക്ചർ റിഡക്ഷൻ എന്ന് പറയുന്ന ഒരു സർജിക്കൽ മെത്തേഡാണ് ചെയ്തത്. അതുപോലെ തന്നെ എൻഡോസ്കോപ്പിക് സെപ്റ്റോപ്ലാസ്റ്റി എന്ന് പറയുന്ന മറ്റൊരു മെത്തേഡും കൂടി അതിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഇത് രണ്ടും നീഡിൽ ഉപയോഗിച്ചുകൊണ്ട് മൂക്കിന്റെ ഉള്ളിൽ തന്നെ ചെയ്യുന്ന ശസ്ത്രക്രിയയാണ്. ഇതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, മൂക്ക് അപ്പാടെ തുറന്ന് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇവരുടെയൊക്കെ ധാരണ എന്ന് പറയുന്നത് മൂക്കിന്റെ പാലം പൊട്ടിയാൽ മൂക്കങ്ങ് പൊളർത്തിയിട്ട് ആ എല്ല് മൊത്തം എന്താണ് പിന്നെ ഈ പറയുന്ന പോലെ സർജറി ചെയ്ത് കൂട്ടിച്ചേർക്കുകയാണ് എന്നൊരു ധാരണ ഈ സൈബർ സഖാക്കൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അത് മാറ്റിവെക്കേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞിരിക്കുന്നു.